ലോകമെമ്പാടുമുള്ള എല്ലാ വേൾഡ് ടു വേൾഡ് ടെലിവിഷൻ പ്രേക്ഷകർക്കും വചനപ്രഭയുടെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. പ്രാർത്ഥനയോടുകൂടി ഇന്നത്തെ വചന ശുശ്രൂഷ ആരംഭിക്കാം. സ്നേഹനിധിയായ ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട സ്വർഗീയ പിതാവാം ദൈവമേ, അടിയങ്ങൾക്ക് തന്നിരിക്കുന്ന ഈ നല്ല സമയത്തെ ഓർത്ത് നന്ദിയോടെ ഞങ്ങൾ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അവിടുന്ന് ഞങ്ങളോട് അവിടുത്തെ തിരുവചനത്തിലൂടെ കൃത്യമായി സംസാരിച്ച് അടിയങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ മധുര ശബ്ദം ഈ രാത്രി കേൾക്കുവാൻ തക്കവണ്ണം ദൈവമേ, അങ്ങയുടെ ജനത്തെ അവിടുന്ന് സഹായിക്കുകയും ശക്തീകരിക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. അനേകരുടെ ജീവിതങ്ങൾക്കത് വെളിച്ചമായി തീരുവാൻ തക്കവണ്ണം മുഖാന്തരമാക്കി തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അടിയനെയും അവിടുത്തെ തിരുസന്നിധിയിൽ താഴ്ത്തി സമർപ്പിക്കുന്നു. പരിശുദ്ധാത്മാവെ, അവിടുന്ന് അടിയനോട് കൂടെ ഇരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ തിരുവചനം പ്രാഗൽഭ്യത്തോടെ സംസാരിപ്പാൻ തക്കവണ്ണം അവിടുന്ന് അടിയനെ സഹായിക്കുകയും ശക്തീകരിക്കുകയും ചെയ്യണമെന്ന് യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കണമേ. അല്പസമയം നിങ്ങളോട് ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നത് 1 കൊരിന്ത്യർ 3-ാം അധ്യായത്തിൻ്റെ 16-17 വാക്യങ്ങൾ. 1 കൊരിന്ത്യർ ചാപ്റ്റർ 3 വേഴ്സ് 16 and 17. നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരം എന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും നിങ്ങൾ അറിയുന്നില്ലയോ? ദൈവത്തിന്റെ മന്ദിരം നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കും. ദൈവത്തിന്റെ മന്ദിരം വിശുദ്ധമാകുന്നുവല്ലോ, അത് നിങ്ങൾ തന്നെ. ത്രിയേക ദൈവത്തിൻ്റെ വലിയ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ട സഹോദരീ സഹോദരങ്ങളെ, ഒരു ദൈവവൈതനെ സംബന്ധിച്ച് അവനെ നയിക്കേണ്ടത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവിൻ്റെ ശബ്ദം കേട്ടുകൊണ്ട് പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണത്തിലും പരിശുദ്ധാത്മാവിൻ്റെ നടത്തിപ്പിലുമായിരിക്കണം ഒരു ദൈവവൈതൽ യാത്ര ചെയ്യേണ്ടത്. ദേവാലയങ്ങളിലും കൺവെൻഷൻ യോഗങ്ങളിലൊക്കെയും ധാരാളം ആളുകൾ കടന്നു വന്ന് ദൈവത്തെ പാടി മഹത്വപ്പെടുത്തുകയും ദൈവം നൽകിയ ഉപകാരങ്ങളെക്കുറിച്ച് ജനത്തിൻ്റെ മധ്യേ സാക്ഷ്യം പറയുകയും ആരാധനകളിൽ മുടക്കം കൂടാതെ സംബന്ധിക്കുകയൊക്കെയും ചെയ്യുന്നത് ഞാനും നിങ്ങളും കാണാറുള്ള കാര്യമാണ്. അതൊക്കെയും പരിശുദ്ധാത്മാവിൻ്റേതായ നടത്തിപ്പ് തന്നെയാണ്. എങ്കിലും ദേവാലയങ്ങൾ വിട്ട് പ്രാർത്ഥനാലയങ്ങൾ വിട്ട് നാം പുറത്തിറങ്ങിക്കഴിയുമ്പോൾ നമ്മുടെ പ്രവർത്തനങ്ങൾ, നമ്മുടെ സഞ്ചാരങ്ങൾ, നമ്മുടെ സംസാരങ്ങൾ, നമ്മുടെ കൊടുക്കൽ വാങ്ങലുകളൊക്കെയും പരിശുദ്ധാത്മാവിൻ്റേതായ നിയന്ത്രണത്തിലാണോ എന്ന് ഞാനും നിങ്ങളും ഈ രാത്രി ചിന്തിക്കണം. ക്രിസ്ത്യാനികളെന്ന പേര് നമുക്കുണ്ടെങ്കിലും പലപ്പോഴും ദൈവം ദേവാലയങ്ങളിൽ മാത്രമാണ് വസിക്കുന്നത്. ദൈവത്തെ ആരാധിക്കുന്ന സ്ഥലത്ത്, ദൈവത്തെ പാടി മഹത്വപ്പെടുത്തുന്ന സ്ഥലങ്ങളിലാണ് ദൈവം വസിക്കുന്നത്. അപ്പോൾ ദേവാലയം വിട്ട് ഞാനും നിങ്ങളും പുറത്തിറങ്ങി കഴിയുമ്പോൾ ദൈവം നമ്മോട് കൂടെയില്ല എന്നുള്ളൊരു ചിന്ത പലപ്പോഴും നമുക്ക് കടന്നു വരാറുണ്ട്. എന്നാൽ പരിശുദ്ധാത്മാവ് നമ്മളോട് കൂടെ ഇരുന്ന് വഴി നടത്തുന്ന ആത്മാവാണ്. ദേവാലയങ്ങളിൽ മാത്രമല്ല, അത് കഴിഞ്ഞ് നാം പുറത്തേക്കിറങ്ങി നമ്മുടേതായ പ്രവർത്തന മണ്ഡലങ്ങളിലേക്ക് നാം കടന്നു പോകുമ്പോൾ നമ്മുടെ സഞ്ചാരങ്ങളിലും സംസാരങ്ങളിലും കൊടുക്കൽ വാങ്ങലുകളിലൊക്കെയും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മോട് കൂടെയുണ്ട് എന്ന് ഞാനും നിങ്ങളും പലപ്പോഴും ചിന്തിക്കാറില്ല. ഇവിടെ അപ്പോസ്തലൻ നമ്മളെ വ്യക്തമായും ഒരു കാര്യം പഠിപ്പിക്കുകയാണ്. നാം വായിച്ചു കേട്ട കുറിവാക്യത്തിൽ നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും നിങ്ങൾ അറിയുന്നില്ലയോ? ഒരു ദൈവവൈതൽ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണത്. അവിടെ ഒരു ശാസന രൂപത്തിലാണ് ആ തിരുവചനം നാം വായിക്കുമ്പോൾ മനസ്സിലാക്കേണ്ടത്. അതിൻ്റെ കീ പോയിൻ്റ് എന്ന് പറയുന്നത് നിങ്ങൾ അറിയുന്നില്ലയോ എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. പക്ഷെ നിങ്ങൾ അറിയാതെ പല പാപത്തിലും വീണുപോകുന്നു.
നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമെന്നും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും നിങ്ങൾ അറിയുന്നില്ലയോ? കൊരിന്ത്യ സഭയോടത് പറയുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നടത്തിപ്പിനനുസരിച്ച് അവർ പല കാര്യങ്ങളും ചെയ്യാത്തതുകൊണ്ടാണ് അപ്പോസ്തലൻ ഈ പ്രകാരം ഒരു ചോദ്യം അവരോട് ചോദിക്കുന്നത്. 3 പ്രാവശ്യം അപ്പോസ്തലൻ അവിടെ വീണ്ടും വീണ്ടും ഇതേ കാര്യം ചോദിക്കുന്നുണ്ട്. 1 കൊരിന്ത്യർ 6-ാം അധ്യായത്തിൻ്റെ 19-ഉം 20-ഉം വാക്യങ്ങളിൽ അവിടെ ഇതേ അർത്ഥത്തിൽ തന്നെ അപ്പോസ്തലൻ നമ്മെ അവിടെ ചോദിക്കുന്നത് നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയും. ദൈവത്തിന്റെ ദാനമായി നിങ്ങളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാകുന്നു നിങ്ങളുടെ ശരീരമെന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? രണ്ടാമത് ചോദിക്കുന്നു. മൂന്നാമതായിട്ട് വീണ്ടും 2 കൊരിന്ത്യർ 6-ാം അധ്യായത്തിൻ്റെ 16-ാം വാക്യത്തിൽ നമുക്ക് അവിടെ കാണുവാൻ തക്കവണ്ണം കഴിയും. ദൈവത്തിന്റെ ആലയത്തിന് വിഗ്രഹങ്ങളോട് എന്തു ബന്ധം? നാം ജീവനുള്ള ദൈവത്തിന്റെ ആലയമാകുന്നുവല്ലോ. ഞാൻ അവരിൽ വസിക്കുകയും അവരുടെ ഇടയിൽ നടക്കുകയും ചെയ്യും. അപ്പോൾ 3 പ്രാവശ്യം അപ്പോസ്തലൻ നമ്മളുടെ ശരീരം ദൈവത്തിൻ്റെ മന്ദിരമെന്ന് അവിടെ പഠിപ്പിക്കുകയാണ്. ഞാനും നിങ്ങളും ദൈവസന്നിധിയിൽ കടന്നു വന്ന് ദൈവത്തെ ആരാധിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ദേവാലയങ്ങളിൽ നമ്മൾ ഭക്തിയുടേതായ പ്രവർത്തികളൊക്കെ ഞാനും നിങ്ങളും ചെയ്യുമ്പോൾ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ശരീരത്തിൽ വസിക്കുന്നുവെന്നും നമ്മുടെ ശരീരം ദൈവത്തിൻ്റെ ആലയമാണെന്നുള്ള ഒരു ബോധ്യം എപ്പോഴും നമുക്കുണ്ടാകണം. അപ്പോൾ ദേവാലയത്തെ നാം എങ്ങനെയാണോ കാണുന്നത്, അത് ദൈവം വസിക്കുന്ന ആലയമായി തീരുമ്പോൾ നമ്മുടെ ശരീരങ്ങളും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വസിക്കുന്ന ദൈവത്തിൻ്റെ മന്ദിരമാണ്. ആ ശരീരത്തെ വിശുദ്ധിയോടുകൂടിയാണ് ഞാനും നിങ്ങളും കാത്തു സൂക്ഷിക്കേണ്ടത്. വിശുദ്ധി കൂടാതെ ആർക്കും ദൈവത്തെ കാണുവാൻ തക്കവണ്ണം കഴിയുന്നില്ല എന്ന് അപ്പോസ്തലൻ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. എബ്രായർ ലേഖനം 12-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യത്തിൽ നമുക്കവിടെ കാണുവാൻ തക്കവണ്ണം കഴിയും, വിശുദ്ധീകരണം കൂടാതെ ആരും ദൈവത്തെ കാണുന്നില്ല എന്നാണ് അപ്പോസ്തലൻ അവിടെ പഠിപ്പിക്കുന്നത്. അപ്പോൾ ദൈവത്തെ കാണുവാൻ തക്കവണ്ണം നമുക്ക് കഴിയണമെങ്കിൽ നമുക്ക് വിശുദ്ധി ആവശ്യമാണ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ ഗിരിപ്രഭാഷണത്തിൽ നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയും, ഹൃദയവിശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ശരീരം ദൈവത്തിൻ്റെ ആലയമാകുന്നു. ഈ ആലയത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വസിക്കുന്നെന്ന് പറയുമ്പോൾ 24 മണിക്കൂറും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളിൽ വസിക്കുകയാണ്. നാം ദേവാലയം വിട്ടു കഴിയുമ്പോൾ, ആരാധനകളിൽ സംബന്ധിച്ച് നാം മടങ്ങിപ്പോകുമ്പോൾ, ഔദ്യോഗിക ജീവിതങ്ങളിൽ കടന്നു പോകുമ്പോൾ, സമൂഹത്തിലുള്ള വ്യക്തികളുമായി ഇടപെടുമ്പോൾ, പണസംബന്ധമായ കാര്യങ്ങളിൽ നാം കൊടുക്കൽ വാങ്ങലുകൾ നടത്തുമ്പോഴൊക്കെയും ആര് നമ്മളോട് കൂടെയുണ്ട്? ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളോട് കൂടെയുണ്ട്. അപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നൊരു വ്യക്തിത്വമാണ്. അത് ഓരോ വ്യക്തികളും അനുഭവമാക്കേണ്ട ഒരു കാര്യമാണ്. ദൈവവുമായിട്ട് നമുക്കൊരു വ്യക്തിപരമായ ബന്ധം നമുക്ക് ആവശ്യമാണ്. പരിശുദ്ധാത്മാവിൻ്റെ ശബ്ദം തിരിച്ചറിയുവാൻ കഴിയണമെങ്കിൽ പരിശുദ്ധാത്മാവുമായിട്ട് നമുക്കൊരു ബന്ധം ആവശ്യമാണ്. എഫേസ്യ ലേഖനത്തിൽ നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയും. 1-ാം അധ്യായത്തിൻ്റെ 18, 19, 20 വാക്യങ്ങളിൽ നമുക്ക് അവിടെ അപ്പോസ്തലൻ വീണ്ടും നമ്മുടെ പരിശുദ്ധാത്മാവിനെ കുറിച്ച് പഠിപ്പിക്കുന്നുണ്ട്. നിങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിപ്പിച്ചിട്ട് അവന്റെ വിളിയാലുള്ള പ്രത്യാശ ഇന്നതെന്നും വിശുദ്ധന്മാർക്ക് അവന്റെ അവകാശത്തിന്റെ മഹിമാധനം ഇന്നതെന്നും വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ
ഇന്നതെന്നും അളവറ്റ വലിപ്പം ഇന്നതെന്നും നിങ്ങൾ അറിയേണ്ടതിനും തന്നെ. നിങ്ങൾ അറിയേണ്ടതിന് തന്നെ. അവന്റെ ബലത്തിന്റെ അവന്റെ ബലത്തിന്റെ വല്ലഭത്വത്തിന്റെ വ്യാപാരത്താൽ അവൻ ക്രിസ്തുവിൽ വ്യാപരിച്ച് അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിക്കുകയും സ്വർഗത്തിൽ തന്റെ വലത്ത് ഭാഗത്ത് ഇരുത്തുകയും ചെയ്തു. പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള പര്യായങ്ങളാണ് ആ 19-ാം വാക്യത്തിൽ നമുക്കവിടെ കാണുവാൻ തക്കവണ്ണം കഴിയുന്നത്. അപ്പോൾ പരിശുദ്ധാത്മാവ് ഒരു ശക്തിയാണ് എന്ന് അവിടെ അപ്പോസ്തലൻ നമ്മെ പഠിപ്പിക്കുന്നു. നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമെന്നും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും പറയുമ്പോൾ പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയാണ്, അത് നമ്മളിൽ വസിക്കുന്ന ഒരു വ്യക്തിയാണ്. എന്ന് എഫേസ്യ ലേഖനത്തിൽ പരിശുദ്ധാത്മാവ് ഒരു ശക്തിയാണ് എന്ന് പറയുന്നു. അങ്ങനെയെങ്കിൽ നമുക്ക് ശക്തി പകർന്നു തരുന്ന ഒരു വ്യക്തിയാണ് പരിശുദ്ധാത്മാവ്. ഈ പരിശുദ്ധാത്മാവ് നമ്മളിൽ വസിക്കുകയാണ്. ഇന്ന് പലപ്പോഴും നമ്മുടെ ഭക്തിയുടേതായ പ്രകടനങ്ങൾ പലപ്പോഴും ദേവാലയങ്ങളിലും കൺവെൻഷൻ യോഗങ്ങളിലും ഉപവാസ പ്രാർത്ഥനകളിലൊക്കെയും പരിശുദ്ധാത്മാവിൻ്റേതായ പ്രകടനങ്ങളും പ്രവൃത്തികളും ഞാനും നിങ്ങളും കാണിക്കാറുണ്ട്. എന്നാൽ അത് കഴിഞ്ഞു കഴിയുമ്പോൾ ഈ ആത്മാവ് നമ്മളോട് കൂടെ വരുന്നുവെന്നുള്ള ഒരു ബോധം പലപ്പോഴും നാം മറന്നു പോകുന്നു എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. ആ ഓർമ്മ നമ്മളിൽ നിന്ന് പോവുകയാണ്. ദേവാലയത്തിൽ നാം ഇരിക്കുമ്പോൾ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ ഇരിക്കുന്നത് പോലെ തന്നെ നമ്മളുടെ ശരീരം ദൈവത്തിൻ്റെ ആലയമാണ് എന്നും ആ ആലയം വിശുദ്ധിയോടുകൂടി കാത്തു സൂക്ഷിക്കണമെന്നും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളിൽ വസിക്കുന്നുവെന്നും ഒരു ദൈവ പൈതൽ അറിഞ്ഞിരിക്കേണ്ടതാണ്. അതുകൊണ്ടാണ് അപ്പോസ്തലൻ പറയുന്നത്, നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമെന്നും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും നിങ്ങൾ അറിയുന്നില്ലയോ? നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. പക്ഷെ നിങ്ങൾ അത് അറിയാതെ നിങ്ങൾ പല കാര്യങ്ങളും കൊരിന്ത്യ സഭയിൽ ചെയ്യുന്നു. ഇണക്കങ്ങളും പിണക്കങ്ങളും ഗ്രൂപ്പിസും ഒക്കെയും കൊരിന്ത്യ സഭയിലുണ്ട്. അപ്പോൾ അപ്പോസ്തലൻ പറയുകയാണ്, നിങ്ങൾ അറിയുന്നില്ലയോ? നിങ്ങളെ നയിക്കേണ്ടത് പരിശുദ്ധാത്മാവല്ലയോ? നിങ്ങളിൽ വസിക്കുന്നത് പരിശുദ്ധാത്മാവല്ലയോ? നിങ്ങൾ ദൈവത്തിൻ്റെ ആലയമാകുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ എന്ന് ഒരു ശാസനാരൂപത്തിൽ അപ്പോസ്തലൻ പഠിപ്പിക്കുകയാണ്. ദൈവത്തിൻ്റെ ജനമേ, ഞാനും നിങ്ങളും ദൈവസന്നിധിയിൽ കടന്നു വരുമ്പോൾ നമ്മുടെ ശരീരം ദൈവത്തിൻ്റെ ആലയമാണ് എന്ന് തിരിച്ചറിയുവാൻ തക്കവണ്ണം നമുക്ക് കഴിയണം. നമ്മളോടൊപ്പം സദാസമയവും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളിൽ വസിക്കുന്നുണ്ട്. നാം മറ്റുള്ളവർക്കെതിരായി സംസാരിക്കുമ്പോഴും അസൂയകൾ നമ്മുടെ ഹൃദയത്തിലുണ്ടാകുമ്പോഴും മറ്റുള്ളവരുടെ വളർച്ചയിൽ നാം അസൂയ ഉണ്ടാകുമ്പോൾ ഒരു കാര്യം നമ്മുടെ ഹൃദയത്തിൽ ബോധ്യം വരണം, എൻ്റെ ശരീരം ദൈവത്തിൻ്റെ ആലയമാണ്. അവിടെ പിണക്കങ്ങളുണ്ടാവരുത്. പരിശുദ്ധാത്മാവ് എന്ന് പറയുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റേതായ സ്വഭാവങ്ങൾ നമ്മളിൽ ഉണ്ടാകണം. അതാണ് ഗലാത്യരിലെ 5-ാം അധ്യായത്തിൻ്റെ 22-ഉം 21-ഉം വാക്യങ്ങളിലുള്ള പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളെക്കുറിച്ച് നമുക്കവിടെ കാണുവാൻ തക്കവണ്ണം കഴിയും. ആത്മാവിൻ്റെ ഫലമോ സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, നന്മ, വിശ്വസ്തത, സൗമ്യത, ആത്മനിയന്ത്രണം എന്നിവയാകുന്നു. അപ്പോൾ പരിശുദ്ധാത്മാവിൻ്റേതായ ഫലം നമ്മളിലുണ്ടാകണം. എപ്പോൾ നാം കടന്നു പോകുന്ന എല്ലാ വഴികളിലും യാത്രകളിലൊക്കെയും ഈ പരിശുദ്ധാത്മാവിൻ്റെ ഫലം നമ്മളിലുണ്ടാകണം. പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ എന്നല്ല അവിടെ പറഞ്ഞിരിക്കുന്നത്, പരിശുദ്ധാത്മാവിൻ്റെ ഫലം എന്നാണ്. ഒരു ഓറഞ്ചിൻ്റെ അകത്ത് പല തുള്ളികളുള്ളതുപോലെ തന്നെ പരിശുദ്ധാത്മാവിൻ്റേതായ ഫലങ്ങളാണ് നമ്മളിൽ നിന്നുണ്ടാകേണ്ടത്. അപ്പോൾ നമുക്ക് മറ്റുള്ളവരെ സ്നേഹിപ്പാനും അവരെ കരുതുവാനും തക്കവണ്ണമുള്ള ഒരു ഹൃദയം നമുക്കുണ്ടാകണം. ദൈവത്തിൻ്റെ ആലയമാണ്
നമ്മുടെ ശരീരമെന്ന് പറയുന്നത്. ദേവാലയങ്ങളിൽ നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയും. പ്രാകാരങ്ങളുണ്ട്, വിശുദ്ധ സ്ഥലമുണ്ട്, അതിവിശുദ്ധ സ്ഥലമുണ്ട്. 3 പ്രധാന ഭാഗങ്ങൾ ദേവാലയങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിയും. മനുഷ്യൻ്റെ ശരീരമാകുന്ന ആ ദൈവത്തിൻ്റെ ആലയമാകുന്ന മന്ദിരത്തിൽ അവിടെ ആത്മാവുണ്ട്, ശരീരമുണ്ട്, പ്രാണനുണ്ട്. അവിടെ 3 കാര്യങ്ങളുണ്ട്. അപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളിൽ വസിക്കുന്ന ദൈവത്തിൻ്റെ മന്ദിരമാണ് ഞാനും നിങ്ങളും. നമ്മെ കാണുന്നവർ ദൈവത്തെ കാണുവാൻ തക്കവണ്ണം കഴിയണം. നാം ഒരു ഭൂമിയിൽ ജീവിക്കുമ്പോൾ മറ്റു മതത്തിലുള്ള അനേക ആളുകൾ കാണും. ക്രിസ്തീയ വിഭാഗങ്ങളിൽ തന്നെ പെട്ട പല ആളുകളുണ്ടാകും. അവരെ സ്നേഹിക്കുവാനും അവരെ കരുതുവാനും തക്കവണ്ണം നമുക്ക് കഴിയണം. പരിശുദ്ധാത്മാവ് ഒരിക്കലും പിണക്കത്തിൻ്റെ ആത്മാവല്ല. പരിശുദ്ധാത്മാവ് ഒരിക്കലും ദേഷ്യത്തിൻ്റെ ആത്മാവല്ല. അത് അസൂയയുടെ ആത്മാവല്ല. അപ്പോൾ സ്നേഹത്തിൻ്റെയും സഹനത്തിൻ്റെയും ആത്മാവാണ് പരിശുദ്ധാത്മാവ്. അത് ധൈര്യത്തിൻ്റെ ആത്മാവാണ്. പരിശുദ്ധാത്മാവ് സംസാരിക്കുക എന്ന് പറയുമ്പോൾ യേശു സംസാരിക്കുന്നതാണ് പരിശുദ്ധാത്മാവ് നമുക്ക് കാണിച്ചു തരുന്നത്. അവൻ സ്വയമേ ഒന്നും സംസാരിക്കുന്നില്ല എന്ന് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. യേശു അരുൾ ചെയ്യുന്നത് പരിശുദ്ധാത്മാവ് നമ്മളോട് പറയുന്നു. പരിശുദ്ധാത്മാവ് എപ്പോഴും ഉയർത്തുന്നത് യേശുവിനെയാണ്. പരിശുദ്ധാത്മാവിനെ ഉയർത്തുന്നില്ല, അവൻ ഉയർത്തുന്നത് കർത്താവിനെയാണ്. അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവിനാൽ ഞാനും നിങ്ങളും നയിക്കപ്പെടുന്നു എന്ന് പറയുമ്പോൾ നാം യേശു ക്രിസ്തുവിനെ ഉയർത്തുന്നവനായി തീരണം. നമ്മുടെ സംസാരങ്ങളിൽ, നമ്മുടെ പ്രവർത്തനങ്ങളിൽ, നമ്മുടെ ആരാധനകളിൽ, നമ്മുടെ സാക്ഷ്യങ്ങളിൽ, നമ്മുടെ പ്രസംഗങ്ങളിലൊക്കെയും ഞാനും നിങ്ങളും ഉയർത്തിക്കാട്ടേണ്ടത് നമ്മുടെ രക്ഷകനും രക്ഷിതാവുമായ യേശുവിനെയാണ് ഉയർത്തിക്കാട്ടേണ്ടത്. നമ്മുടെ ശരീരം അവൻ്റെ ആലയമാകുന്നു. അവൻ നമ്മളിൽ വസിക്കുന്നത് കൊണ്ട് നാം ഇടപെടുന്ന ഓരോ വ്യക്തികളോടും നമ്മുടെ കർത്താവിനെക്കുറിച്ച് അല്ലെങ്കിൽ കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ തക്കവണ്ണം നമുക്ക് കഴിയണം. നമുക്ക് എത്ര പേർക്ക് ആ പ്രകാരം ചിന്തിക്കുവാൻ തക്കവണ്ണം നമുക്ക് കഴിയുന്നുണ്ട്? 1 കൊരിന്ത്യർ 3-ാം അധ്യായത്തിൻ്റെ 1-2 വാക്യങ്ങളിൽ അവിടെ നമുക്ക് വീണ്ടും കാണുവാൻ തക്കവണ്ണം കഴിയും. എന്നാൽ സഹോദരന്മാരെ ജഡീകരോട് എന്ന പോലെയും ക്രിസ്തുവിൽ ശിശുക്കളോട് എന്ന പോലെയും അല്ലാതെ ആത്മീയരോട് എന്ന പോലെ നിങ്ങളോട് സംസാരിക്കുവാൻ എനിക്ക് കഴിയുന്നില്ല. ആത്മീയമായി നമുക്ക് വളർച്ച പ്രാപിക്കുവാൻ കഴിയുന്നില്ല. അപ്പോൾ നിങ്ങൾ ജഡീകരാണ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ശിശുക്കളാണ്. ആത്മീയമായിട്ട് നിങ്ങൾക്ക് വളർച്ച പ്രാപിക്കുവാൻ കഴിയുന്നില്ല. അതുകൊണ്ടാണ് നിങ്ങൾ ശിശുക്കളാണ് എന്ന് പറയുമ്പോൾ അതിൻ്റെ മറ്റൊരു വാക്യം പറയുന്നു ജഡീകരെന്ന് പറയുന്നു. അപ്പോൾ നമുക്ക് വളർച്ചയുണ്ടാകുന്നില്ല എങ്കിൽ ദേവാലയങ്ങൾ വരുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, ഉപവസിക്കുന്നുണ്ട്. പക്ഷേ ആത്മീയമായി നമുക്ക് വളർച്ച പ്രാപിക്കുവാനും ദൈവത്തിൻ്റെ അടുക്കലേക്ക് ഒരുപടി അടുക്കുവാനും തക്കവണ്ണം നമുക്ക് കഴിയുന്നില്ല എങ്കിൽ നാം ശിശുക്കളാണ് എന്ന് ഓർക്കണം. ശിശുക്കളെന്ന് പറയുമ്പോൾ അതിന് പറയുന്ന മറ്റൊരു പദമാണ് നിങ്ങൾ ഇന്നും ജഡീകരാണ്. ഞാനും നിങ്ങളും എങ്ങനെയാണ് ദൈവസന്നിധിയിൽ കടന്നു വരുന്നത്? നമുക്ക് ആത്മീയമായി വളർച്ച പ്രാപിക്കാൻ തക്കവണ്ണം കഴിയുന്നുണ്ടോ? ദൈവത്തിൻ്റെ മന്ദിരമാകുന്ന ശരീരത്തെ വിശുദ്ധിയിൽ കാത്തു സൂക്ഷിപ്പാൻ തക്കവണ്ണം നമുക്ക് കഴിയുന്നുണ്ടോ? അപ്പോസ്തലൻ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്, നിങ്ങളുടെ ശരീരം കൊണ്ട് നിങ്ങൾ ദൈവത്തെ മഹത്വപ്പെടുത്തുവെന്ന് അപ്പോസ്തലൻ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ വായ് കൊണ്ട് മാത്രമല്ല ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ കഴിയുന്നത്. നമുക്ക് വായ് കൊണ്ട് ദൈവത്തെ സ്തുതിക്കുവാൻ കഴിയും, സാക്ഷ്യം പറയുവാൻ കഴിയും. പക്ഷേ നമ്മുടെ ജീവിതം കൊണ്ട്, വിശുദ്ധി കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ തക്കവണ്ണം ഒരു ദൈവവൈതലിന് കഴിയും. അനുഗ്രഹങ്ങൾക്ക് വേണ്ടി ദേവാലയങ്ങളിൽ പോകുവാനും അവിടെ സാക്ഷ്യം പറയുവാനും നേർച്ച കാഴ്ചകൾ ദൈവസന്നിധിയിൽ സമർപ്പിപ്പാനൊക്കെയും നമുക്കെല്ലാവർക്കും കഴിയും. പക്ഷേ വിശുദ്ധീകരണം പ്രാപിക്കുക എന്നുള്ളത് പ്രയാസകരമായൊരു കാര്യമാണ്.
അതുകൊണ്ടാണ് അപ്പോസ്തലൻ പറയുന്നത് വിശുദ്ധി കൂടാതെ ആരും ദൈവത്തെ കാണുന്നില്ല. എബ്രായർ 12-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യത്തിൽ നമുക്കത് കാണുവാൻ തക്കവണ്ണം കഴിയും. എബ്രായർ 12:14 എല്ലാവരോടും സമാധാനത്തിൽ വർദ്ധിച്ച് വിശുദ്ധി പ്രാപിപ്പാൻ തക്കവണ്ണം ഉത്സാഹിപ്പിൻ. വിശുദ്ധി കൂടാതെ ആരും കർത്താവിനെ കാണുകയില്ല. അപ്പോൾ വിശുദ്ധി കൂടാതെ ആർക്കും കർത്താവിനെ കാണുവാൻ കഴിയുകയില്ല. വിശുദ്ധി എന്ന് പറയുമ്പോൾ പുറമേയുള്ള നമ്മുടെ വസ്ത്രത്തിൻ്റേതായ വിശുദ്ധിയല്ല കർത്താവ് ആഗ്രഹിക്കുന്നത്. നമ്മുടെ ശരീരമാകുന്ന ഹൃദയത്തിൻ്റെ വിശുദ്ധിയാണ് സ്വർഗത്തിൽ ദൈവം നോക്കുന്നത്. നാം എങ്ങനെയാണ് ദൈവസന്നിധിയിൽ കടന്നു വരുന്നത്? കൂട്ടുവിശ്വാസികളോടുള്ള നമ്മുടെ ഇടപാടുകൾ എങ്ങനെയാണ്? ദൈവവചനത്തിന് മുമ്പിൽ നമ്മുടെ സമർപ്പണങ്ങൾ എങ്ങനെയാണ്? ദൈവത്തോടുള്ള നമ്മുടെ മനോഭാവം എങ്ങനെയാണ് എന്ന് മറ്റാർക്കും അത് തിരിച്ചറിയുവാൻ കഴിയുകയില്ല. അത് തിരിച്ചറിയുന്നത് പരിശുദ്ധാത്മാവാണ്. ദൈവം നമ്മുടെ ഹൃദയത്തിൻ്റേതായ സ്പന്ദനങ്ങളും ചിന്തകളും അറിയുന്നവനാണ് ദൈവം. അപ്പോൾ ഹൃദയത്തിൻ്റെ വിശുദ്ധി നമുക്ക് ആവശ്യമാണ്. ഹൃദയവിശുദ്ധി കൂടാതെ ദൈവത്തെ നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയുകയില്ല. എന്തുകൊണ്ടാണ് ദൈവത്തിൻ്റെ ആലയമാകുന്ന ഈ മന്ദിരം വിശുദ്ധിയോടുകൂടി കാത്തു സൂക്ഷിക്കണമെന്ന് പറയുന്നത്? 1 കൊരിന്ത്യർ 6-ാം അധ്യായത്തിൻ്റെ 19-ഉം 20-ഉം വാക്യങ്ങളിൽ നമുക്കവിടെ കാണുവാൻ തക്കവണ്ണം കഴിയും. ദൈവത്തിൻ്റെ ദാനമായി നിങ്ങളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമാകുന്നു നിങ്ങളുടെ ശരീരമെന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? നിങ്ങൾ നിങ്ങൾക്കുള്ളവരല്ല, എന്തെന്നാൽ നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നു. ആകയാൽ നിങ്ങളുടെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവിൻ. അപ്പോൾ നമ്മളുടെ ഈ ശരീരത്തെ, ദൈവത്തിൻ്റെ മന്ദിരമാകുന്ന ഈ ശരീരത്തെ ആര് വിലയ്ക്ക് വാങ്ങിയതാണ്? നമ്മുടെ കർത്താവ് അവൻ്റെ രക്തം കൊണ്ട് വിലയ്ക്ക് വാങ്ങിയതാണ്. അപ്പോൾ നമുക്കതിനൊരു അവകാശമില്ല. അവൻ വില കൊടുത്ത്, കാൽവറിയിലെ യാഗത്ത് വില കൊടുത്ത്, അവൻ്റെ രക്തത്തിൻ്റെ വില കൊടുത്ത് എന്നെയും നിങ്ങളെയും വാങ്ങിയിരിക്കുന്നതാണ്. അതുകൊണ്ടാണ് പറയുന്നത്, ഈ മന്ദിരത്തെ നശിപ്പിക്കുന്നവനെ ഞാൻ നശിപ്പിക്കുമെന്ന് അപ്പോസ്തലൻ വ്യക്തമായി നമ്മെ പഠിപ്പിക്കുന്നതാണ്. ഇന്നത്തെ സമൂഹത്തിലേക്ക് നോക്കുമ്പോൾ പലപ്പോഴും വിശുദ്ധിയിൽ വളർത്തിടുവാൻ തക്കവണ്ണം അനേകർക്ക് കഴിയുന്നില്ല. ഇവിടെ അപ്പോസ്തലൻ പറയുന്നുണ്ട്, വിശുദ്ധിയിൽ വളരുവാൻ തക്കവണ്ണം നിങ്ങൾ ഉത്സാഹിക്കുവിൻ. ദൈവത്തിൻ്റെ തിരുവചനത്തിൽ നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയും, ഞാൻ വിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങളും വിശുദ്ധരായിരിപ്പിനെന്നാണ് ദൈവത്തിൻ്റെ തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ പരമപ്രധാനമായ ആവശ്യമുള്ളത് വിശുദ്ധിയാണ്. അപ്പോൾ നമ്മുടെ ശരീരത്തെ വിശുദ്ധിയോടെ കാത്തു സൂക്ഷിക്കണം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് വസിക്കുവാൻ തക്കവണ്ണം അത് വിശുദ്ധിയുള്ളതായി തീരണമെന്ന് പറയുമ്പോൾ നമ്മുടെ ഹൃദയത്തിന് വിശുദ്ധി ഉണ്ടായിരിക്കണം. ഈർഷ്യയും പിണക്കവും അസൂയയും നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടായെങ്കിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് ഈ ഹൃദയത്തിൽ വസിക്കുവാൻ കഴിയുകയില്ല. പക്ഷെ നമുക്ക് പുറമെ ഭക്തിയുടേതായ എല്ലാ പ്രകടനങ്ങളും നമുക്ക് കാഴ്ചവെക്കുവാൻ തക്കവണ്ണം കഴിയും. അതുകൊണ്ട് അപ്പോസ്തലൻ പറയുന്നുണ്ട്, ബുദ്ധിയിലും പ്രാർത്ഥിക്കാം, ആത്മാവിലും പ്രാർത്ഥിക്കാം. ബുദ്ധിയിലും പാട്ട് പാടാം, ആത്മാവിലും പാട്ട് പാടാം. ബുദ്ധിയിലും പ്രസംഗിക്കാം, ആത്മാവിലും പ്രസംഗിക്കാം. അപ്പോൾ ഒരു പ്രസംഗം ചെയ്യുന്നതിന് പരിശുദ്ധാത്മാവ് വേണമെന്ന് നിർബന്ധമില്ല. ബുദ്ധിയുടേതായ തത്വങ്ങൾ വെച്ചുകൊണ്ട് പ്രസംഗിക്കുവാൻ കഴിയും. വളരെ ശബ്ദത്തോടുകൂടി മനോഹരതയോടുകൂടി പാട്ട് പാടുവാൻ കഴിയും. പക്ഷെ അത് മനുഷ്യ ഹൃദയങ്ങളെ ചലിപ്പിക്കുവാനോ സ്പർശിക്കുവാനോ അത് സാധ്യമാകുകയില്ല. ആത്മാവിലുള്ള പ്രസംഗങ്ങളാണ് ഹൃദയത്തെ കീറിമുറിക്കുന്നത്. അങ്ങനെയുള്ള പ്രസംഗങ്ങൾ കേൾക്കുമ്പോൾ അവനെ ദൈവസന്നിധിയിലേക്ക് തിരിക്കും. ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് അവൻ്റെ ഹൃദയത്തെ ഉയർത്തുവാൻ തക്കവണ്ണം സ്പർശനങ്ങളുണ്ടാകുന്ന പ്രസംഗങ്ങൾ പരിശുദ്ധാത്മാവിൻ്റെ നിറവിലുള്ളതാണ്. എന്നാൽ ഈ പ്രകാരമുള്ള പ്രസംഗങ്ങൾ കേൾക്കുവാൻ ഇന്ന് ജനത്തിന് താല്പര്യമില്ല. പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവതയെക്കുറിച്ചും ബോധ്യം വരുത്തുന്ന
പരിശുദ്ധാത്മാവിൻ്റേതായ ശബ്ദം കേൾക്കുവാനോ തിരിച്ചറിയുവാനോ ഇന്ന് ജനത്തിന് താല്പര്യമില്ല. വിശുദ്ധിയിലുള്ള ജീവിതം വളർത്തിയെടുക്കുവാൻ തക്കവണ്ണം അനേകർക്ക് കഴിയുന്നില്ല. നേർച്ച കാഴ്ചകൾ കൊണ്ട് ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ തക്കവണ്ണമാണ് ഇന്ന് അനേകർ പരിശ്രമിക്കുന്നത്. ദൈവത്തിൻ്റെ ജനമേ, ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുകയാണ്. അപ്പോസ്തലൻ നമ്മെ പഠിപ്പിക്കുന്നു, നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമെന്നും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും നിങ്ങൾ അറിയുന്നില്ലയോ? ദൈവത്തിൻ്റെ മന്ദിരത്തെ നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കുമെന്ന് ഈ രാത്രി ദൈവത്തിൻ്റെ തിരുവചനത്തിലൂടെ നമ്മെ ബോധ്യപ്പെടുത്തുമ്പോൾ, വിശുദ്ധിയിൽ വളരുവാനും ദൈവത്തിൻ്റെ ആലയമാകുന്ന നമ്മുടെ ശരീരത്തെ വിശുദ്ധിയിൽ വളർത്തിക്കൊണ്ട് നമ്മുടെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഓരോരുത്തരെയും സഹായിക്കുകയും ശക്തീകരിക്കുകയും ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. സ്നേഹതയായ ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട സ്വർഗീയ പിതാവാം ദൈവമേ, അവിടുത്തെ തിരുവചനത്തിലൂടെ ഞങ്ങളോട് ഹൃദ്യമായി സംസാരിച്ച എല്ലാ കൃപകൾക്കായിട്ട് നന്ദിയോടെ ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ ശരീരം ദൈവമേ അവിടുത്തെ ആലയമെന്ന് അവിടുത്തെ തിരുവചനത്തിലൂടെ ഞങ്ങളെ ഓർമ്മപ്പെടുത്തിയിരിക്കുമ്പോൾ, ഞങ്ങളുടെ ശരീരം കൊണ്ട് അങ്ങയെ മുഖത്തപ്പെടുത്തുവാൻ തക്കവണ്ണം ഈ രാത്രി വചനം കേട്ട ഓരോ മക്കളെയും അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു വിശുദ്ധമായ ജീവിതം നയിപ്പാനും അങ്ങയുടെ വിശുദ്ധ ആത്മാവിനെ ഞങ്ങളിൽ വസിപ്പാനും തക്കവണ്ണം ദൈവമേ ഈ രാത്രി വചനം കേട്ട ഓരോ മക്കളെയും അങ്ങ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വിശുദ്ധിയിൽ വളരുവാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവെ അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അടിയനെയും അവിടുത്തെ തിരുസന്നിധിയിൽ താഴ്ത്തി സമർപ്പിക്കുന്നു. അവിടുത്തെ കൃപയാൽ അങ്ങ് വഴി നടത്തുകയും നയിക്കുകയും ചെയ്യണമെന്ന് യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കണമേ.